മായാമാധവ ഗോപാല നീ ശരണം ദേവാ. മായാമാധവ ഗോപാല മുരളീധര കണ്ണ കരുണാനിധേ കരളിൽ കൃപാരസമരുളീടണേ. മുരളീധര കണ്ണ കരുണാനിധേ കരളിൽ കൃപാരസമരുളീടണേ. എളിയ ജനങ്ങൾക്കും എളിയവൻ നീയേ തെളിയുക ഞങ്ങൾക്ക് ദേവദേവാ. മായാമാധവ ഗോപാല നീ ശരണം ദേവാ. മായാമാധവ ഗോപാല നിൻ പദമേ ഗതിയെന്നു നിനച്ചേൻ നിൻ തിരുനാമം നിനവാകെ ചേർത്തേൻ. നിൻ പദമേ ഗതിയെന്നു നിനച്ചേൻ നിൻ തിരുനാമം നിനവാകെ ചേർത്തേൻ. നിന്റെ കഥകൾ പാടി നടന്നേൻ നിന്റെ കഥകൾ പാടി നടന്നേൻ. നീയൊരു ഗതി തരു നീലവർണ്ണ. മായാമാധവ ഗോപാല നീ ശരണം ദേവാ. മായാമാധവ ഗോപാല നിന്നുടെ മായാലീലകൾ കാണാൻ കണ്ണിനു കഴിയാ കരുണാവിലാസ. നിന്നുടെ മായാലീലകൾ കാണാൻ കണ്ണിനു കഴിയാ കരുണാവിലാസ. കണ്ണിനു കണ്ണായി കരളിനു കരളായി കണ്ണിനു കണ്ണായി കരളിനു കരളായി വിണ്ണിനു മുലകിനും പൊന്നൊളി നീയേ. മായാമാധവ ഗോപാല നീ ശരണം ദേവാ. മായാമാധവ ഗോപാല മുരളീധര കണ്ണ കരുണാനിധേ കരളിൽ കൃപാരസമരുളീടണേ. എളിയ ജനങ്ങൾക്കും എളിയവൻ നീയേ തെളിയുക ഞങ്ങൾക്ക് ദേവദേവാ. മായാമാധവ ഗോപാല നീ ശരണം ദേവാ. മായാമാധവ ഗോപാല. യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്ന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പിന്നീട് നവമസ്കന്ധത്തിൽ 2 വംശങ്ങളുടെ കഥ, സൂര്യവംശവും സോമവംശവും വർണ്ണിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ അനവധി രാജാക്കന്മാരുടെ കഥ. തുടക്കത്തിലൊക്കെ ലേശമൊക്കെ വീഴ്ച അവർക്ക് സംഭവിച്ചുവെങ്കിലും അവസാനം ഭഗവാനെ ഭജിച്ച് നേരെയായ രാജാക്കന്മാരുടെ കഥ. അതിൽ ഭക്തനായ അംബരീഷൻ്റെ കഥ, ഭക്തമഹിമ ഭക്തിയുടെ മഹിമ വിളിച്ചോതുന്ന അംബരീഷ ചരിത്രം. ഇങ്ങോട്ടുപദ്രവിച്ച ദുർവാസാവിന് പോലും നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കുന്ന അംബരീഷൻ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നവരെ അങ്ങോട്ട് ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് ഉപകാരം ചെയ്യും. ഇതാണ് ഭക്തന്മാരുടെ സ്വഭാവം. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് പോലും കൃപ, കരുണ, സ്നേഹം, ഇതാണ് ഭക്തി എന്ന ഭക്തമഹിമ വിളിച്ചോതുന്ന കഥ.
അങ്ങനെ സൂര്യവംശം വർണ്ണിച്ചു വരുമ്പോൾ അതിൽ ഖട്വാങ്ക രാജാവിൻ്റെ കഥ, അദ്ദേഹത്തിൻ്റെ മകൻ ദീർഘബാഹു, അദ്ദേഹത്തിൻ്റെ മകൻ രഘു, രഘുവിൻ്റെ മകൻ അജൻ, അജൻ്റെ മകൻ ദശരഥൻ, അങ്ങനെ ദശരഥൻ്റെ മക്കളായി ഭഗവാൻ രാമലക്ഷ്മണ ഭരതശത്രുഘ്ന ഇതി സംജ്ഞയാ രാമലക്ഷ്മണ ഭരതശത്രുഘ്നന്മാരായിട്ട് അവതരിച്ചു. ഗുർവർത്ഥേ ത്യക്തരാജ്യോ വ്യചരദനുവനം പത്മപദ്ഭ്യാം പ്രിയായാഃ പാണിസ്പർശാക്ഷമാഭ്യാം രജിതപഥരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണഖ്യാഃ പ്രിയവിരഹരുഷാരോപിതഭ്രൂവിജൃംഭഃ ത്രസ്താബ്ധിഃ ബദ്ധസേതുഃ ഖലദവദഹനഃ കോസലേന്ദ്രോവതാന്നഃ. ഒരു ശ്ലോകത്തിൽ രാമായണം. വാൽമീകി മഹർഷി 24,000 ശ്ലോകങ്ങളിലാണ് രാമമഹിമ വർണ്ണിക്കുന്നത്. ഇവിടെ 2 അധ്യായങ്ങളിൽ ശ്രീശുകർ വർണ്ണിക്കുന്നു. അതിലൊരു ശ്ലോകത്തിൽ ആദ്യം രാമായണം എന്ന് ചുരുക്കി പറഞ്ഞു. രാമൻ്റെ യോഗ്യത എന്താണ്? രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ്. എന്താണ് ധർമ്മം എന്നറിയണമെങ്കിൽ രാമായണം പഠിച്ചാൽ മതി, രാമനെ നിരീക്ഷിച്ചാൽ മതി. ഇവിടെ ശ്രീശുകർ രാമനെപ്പറ്റി പറയണ സമയത്ത് എടുത്തു പറയണത് യാഗം ചെയ്ത കാര്യമോ വിവാഹം കഴിച്ച കാര്യമോ ഒന്നുമല്ല. സർവസംഘ പരിത്യാഗിയാണ് ശ്രീശുകർ. അതുകൊണ്ട് ശ്രീശുകർ ഇവിടെ രാമൻ്റെ ഗുണമായിട്ട് കാണുന്നത് ത്യക്തരാജ്യ, രാജ്യം ത്യജിച്ചതാണ്, ത്യാഗിയാണ് രാമൻ. ഈ ലോകത്തൊരാൾ കേമനാവണത് നമ്മളൊക്കെ നോക്കുക എന്ത് നേടി നോക്കിയിട്ടാണ് കേമത്വം. എന്തൊക്കെ അദ്ദേഹത്തിനുണ്ട്, വലിയ വീട്, 2 കാറ്, എന്തൊക്കെ അദ്ദേഹം നേടി നോക്കിയിട്ടാണ് അദ്ദേഹം യോഗ്യനാണോ അല്ലേ തീരുമാനിക്കുക. പക്ഷെ അങ്ങനെയല്ല വേണ്ടതെന്നാണ്. ഒരാൾ യോഗ്യനാണോ അല്ലേ എന്ന് കണക്കാക്കേണ്ടത് എന്ത് ത്യജിച്ചു നോക്കിയിട്ടാണ്. ഇവിടെ രാമൻ യോഗ്യനാവാൻ കാരണം ത്യജിച്ചതുകൊണ്ടാണ്, ത്യാഗിയായതുകൊണ്ടാണ്. എന്ത് ത്യജിച്ചു? ത്യക്തരാജ്യ, രാജ്യം ത്യജിച്ചു. എങ്ങനെയുള്ള രാജ്യം? ഭണ്ഡാരം കൊണ്ടു പൂർണ്ണ, ധാരാളം സമ്പത്തുള്ള രാജ്യം. ഖജനാവ് കാലിയായ രാജ്യമൊന്നുമല്ല, ധാരാളം സമ്പത്തുള്ള ആ രാജ്യം ത്യജിച്ചു. രാജ്യം ത്യജിച്ചാൽ യോഗ്യനാവോ? അങ്ങനെ പറയാൻ വയ്യ. യുധിഷ്ഠിരൻ രാജ്യം ത്യജിച്ചിട്ടല്ലേ? എങ്ങനെ? ചൂത് കളിച്ച് ത്യജിച്ചു. അങ്ങനെ ത്യജിച്ചാൽ യോഗ്യനാവൊന്നുമില്ല. ഇവിടെ രാമൻ അങ്ങനെയല്ല ത്യജിച്ചത്. പിന്നെയോ ഗുർവർത്ഥേ ത്യക്തരാജ്യ, അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ, തൻ്റെ അച്ഛൻ പറഞ്ഞ ആ വാക്ക് സത്യമാക്കാൻ വേണ്ടി, അച്ഛൻ്റെ പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി ഈ മകൻ ഇത്രയും സ്വത്തുള്ള ആ വലിയ രാജ്യം ത്യജിക്കുകയാണ്. അതാണ് രാമൻ്റെ മഹിമ. വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായാഃ. എന്നിട്ട് കാട്ടിലേക്ക് ഇറങ്ങണു. പതിവ്രതാരത്നമായ സീത കൂടെ പോകുന്നു. പാണിസ്പർശാക്ഷമാഭ്യാം രജിതപഥരുജോ യോ ഹരീന്ദ്രാനുജാഭ്യാം. ആ രാമൻ്റെ പാദസേവ ചെയ്തും കൊണ്ട് ഹരീന്ദ്രാനുജാഭ്യാം, ഹനുമാനുസ്വാമിയും അതുപോലെ ലക്ഷ്മണനും. ലക്ഷ്മണൻ കാട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആ ഏട്ടനോടുള്ള സ്നേഹം, ഒരനിയൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ലക്ഷ്മണനെ കണ്ടുപഠിക്കണം. ഏട്ടൻ്റെ കൂടെ ഏട്ടനെ സേവിക്കാനായിട്ട് പുറപ്പെട്ടു പോവുകയാണ്. അങ്ങനെ സീതയോടുകൂടി കാട്ടിൽ കഴിയുന്ന കാലത്ത് അഹങ്കാരിയായിട്ടുള്ള ശൂർപ്പണഖ വരുന്നു, അവളെ വിരൂപയാക്കുന്നു. ആ ശൂർപ്പണഖയെ വിരൂപയാക്കിയത് മൂലം പ്രിയ അപഹരണം, ആ സീതയെ അപഹരിച്ചു. പിന്നീട് മാരപരവശനായ ആ രാവണൻ സീതയെ അപഹരിക്കുന്നു. അത് കാരണം ഉണ്ടായ ആ രാമൻ്റെ കോപം, ആ കോപം കൊണ്ട് വരുണനെ വിറപ്പിക്കുന്നു, കടലിൽ ചിറകെട്ടുന്നു. അങ്ങനെ ലങ്കയിലെത്തിയ ദുഷ്ടരാക്ഷസന്മാരെ മുഴുവൻ വധിക്കുന്നു. ആ രാക്ഷസന്മാരുടെ നേതാവായ രാവണനെ വധിച്ച ആ കോസലേന്ദ്രൻ ശ്രീരാമചന്ദ്രസ്വാമി അവതാന്നഹ, നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന. ആ ധർമ്മിഷ്ഠനായ രാമൻ്റെ മുന്നിൽ നമുക്കും നമസ്കരിക്കാം. രാമൻ്റെ ധർമ്മനിഷ്ഠ കാണണമെങ്കിൽ എത്രയോ രംഗങ്ങൾ രാമായണത്തിലുണ്ട്. രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണൻ്റെ കയ്യിൽ നിന്ന് ആയുധം വീണു പോവുക. ആ വീണ് പോകുന്ന സമയത്ത് രാമൻ പറയാണ്, നിർത്താം, നമുക്ക് ഇന്നത്തെ യുദ്ധം നിർത്താം. ഉറക്കക്ഷീണുണ്ട് രാവണ തനിക്ക്, അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ യുദ്ധം നിർത്താം എന്ന് പറഞ്ഞ് നിർത്തിവെച്ചു രാമൻ. അതാണ് രാമൻ്റെ ധർമ്മനിഷ്ഠ. അതുമാത്രമല്ല, രാമരാവണ യുദ്ധം കഴിഞ്ഞു, രാമൻ രാവണനെ വധിച്ചു. രാവണൻ്റെ അനുജൻ വിഭീഷണൻ, അദ്ദേഹം രാമൻ്റെ പക്ഷത്താണ്. രാവണൻ മരിച്ച സമയത്ത് വിഭീഷണനോട് ഭഗവാൻ പറയാണ്, രാമൻ പറയാണ്, നിൻ്റെ ജ്യേഷ്ഠനല്ലേ രാവണൻ, അദ്ദേഹം മരിച്ചു, വേണ്ട ക്രിയകൾ കർമ്മങ്ങളൊക്കെ ചെയ്തോളിട്ടുവോ. ആ സമയത്ത് വിഭീഷണൻ പറഞ്ഞു, സംഗതി എൻ്റെ ജ്യേഷ്ഠനൊക്കെ തന്നെയാണ്, പക്ഷെ ഇത്രയ്ക്ക് ദുഷ്ടം വേറില്ല, അതുകൊണ്ട് ഞാൻ കർമ്മങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ സമയത്ത് രാമൻ പറയാണ്, മരണാന്തം ച വൈരാണി വിഭീഷണ, എടോ ഈ വൈരമൊക്കെ എത്ര കാലം, മരണം വരെയുള്ളൂ, അത് കഴിഞ്ഞാൽ വിട്ടേക്കൂ. ഇനി നീ നിൻ്റെ ജ്യേഷ്ഠന് ഉദകക്രിയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ ചെയ്യും. എൻ്റെ ഏട്ടനായിട്ട് കണക്കാക്കി ആ രാവണനെ ഞാൻ കർമ്മം ചെയ്യും. ആർക്ക് പറയാൻ സാധിക്കും? ഇതാണ് രാമൻ്റെ ധർമ്മനിഷ്ഠ.
ഇനി സീതയെ ഉപേക്ഷിച്ചില്ലേ എന്നാണെങ്കിൽ രാജാവിനെ സംബന്ധിച്ച് ഏറ്റവും മുഖ്യമായ ധർമ്മം രാജ്യധർമ്മം തന്നെയാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുടുംബം. ഇവിടെ ത്യാഗിയായിട്ടുള്ള രാമൻ ധൈര്യത്തോടെ സധൈര്യം ചങ്കൂറ്റത്തോടു കൂടി തൻ്റെ പത്നിയെ ഉപേക്ഷിക്കുന്നു. പക്ഷേ രാമൻ എന്ന ഭർത്താവ് പൊട്ടിക്കരയാണ്. ആ കരച്ചിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. രാമൻ്റെ മുന്നിൽ രാജ്യമാണ് പ്രധാനം. അതും ഉപേക്ഷിക്കുക എന്ന് പറയാൻ വയ്യ. ഉപേക്ഷിക്കുകയാണെങ്കിൽ ഏതെങ്കിലും സിംഹം കടുവയൊക്കെയുള്ള കാട്ടിൽ കൊണ്ടുപോയി തള്ളണം. അങ്ങനെയല്ല ഉണ്ടായത്. വാൽമീകിയുടെ ആശ്രമത്തിൽ കൊണ്ടുപോയി ത്യജിക്കുകയാണ് ഉണ്ടായത്. ആ വാൽമീകിയുടെ സംരക്ഷണം കിട്ടട്ടെ എന്ന സങ്കല്പത്തിൽ. ഇനി രാമനെ കുറ്റം പറയായിരുന്നു. വേറെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എത്രയോ അവസരം ഉണ്ടായിട്ടുണ്ട് വിവാഹം കഴിക്കാൻ. അന്നത്തെ കാലത്ത് എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം, ആരും ഒന്നും പറയില്ല. അശ്വമേധ യാഗം കഴിക്കുന്ന സമയത്ത് ഋത്വിക്കുകൾ ബ്രാഹ്മണർ പറഞ്ഞു, ഈ യാഗം പത്നി സമേതനായിട്ട് ചെയ്യേണ്ടതാ. ആ സമയം അത് പറഞ്ഞ് വിവാഹം കഴിക്കായിരുന്നു. പക്ഷെ രാമൻ കഴിച്ചില്ല. ഏകപത്നി വ്രതധരഹ, എനിക്കൊരു ഭാര്യയുള്ളൂ, അത് സീതയാണ്, ഞാൻ വേറെ വിവാഹമൊന്നും കഴിക്കില്ല. ഒരു കാര്യം ചെയ്യാം, സ്വർണത്തിന് ജീവനുണ്ടെന്ന സങ്കല്പം. ആ സീതയുടെ അതേ രൂപത്തിലൊരു സ്വർണ്ണ പ്രതിമ ഉണ്ടാക്കി അത് ഒപ്പം വെച്ചു. അങ്ങനെ യാഗം ചെയ്ത മഹാത്മാവാണ് രാമൻ. അതാണ് രാമൻ്റെ ധർമ്മനിഷ്ഠ. പക്ഷേ ഈ പ്രഭാവമൊന്നും മനസ്സിലാക്കാതെ നമ്മളൊക്കെ ഇടയ്ക്ക് കുറ്റം പറയാറുണ്ട്. അങ്ങനെ കുറ്റം പറയേണ്ട കാര്യമില്ല. മുഖ്യധർമ്മം എന്ത്, ഗൗണധർമ്മം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് വേണ്ടതുപോലെ അനുഷ്ഠിച്ചു. അതുകൊണ്ട് തന്നെ കൃതാർത്ഥനായിട്ട് കഴിയുകയുണ്ടായത് രാമൻ. ദുഃഖമൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ല പറയണില്ല. പക്ഷേ കൃതാർത്ഥനായിരുന്നു. താൻ ലേശം പോലും അധർമ്മം ചെയ്തിട്ടില്ല എന്നൊരു സംതൃപ്തി അത് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് പ്രധാനം. അത് വേണോ ധർമ്മം അനുഷ്ഠിക്കുക എന്ന് രാമൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ രാമചന്ദ്രസ്വാമിയുടെ കാൽക്കലൊന്ന് വീണ് നമസ്കരിക്കാം. നമുക്ക് ചന്ദ്രവംശത്തിലേക്ക് കടക്കാം. അങ്ങനെ ചന്ദ്രവംശം വിസ്തരിച്ച് വർണ്ണിക്കുന്നു. ആ ചന്ദ്രവംശത്തിലാണ് യദു എന്ന് പേരായിട്ടുള്ള രാജാവ്. ആ യദുവിൻ്റെ വംശത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് അവതരിക്കുന്നത്. അങ്ങനെ ആ ശ്രീകൃഷ്ണാവതാരം മുഴുവൻ 2 ശ്ലോകത്തിൽ അങ്ങോട്ട് പറഞ്ഞു. ഒരു ശ്ലോകത്തിലെ പ്രവൃത്തി, രണ്ടാമത്തെ ശ്ലോകത്തിൽ നിവൃത്തി. ഒരു ശ്ലോകത്തിൽ ആ ദശമസ്കന്ധം മുഴുവൻ, രണ്ടാമത്തെ ശ്ലോകത്തിൽ ആ നിവൃത്തി, ആ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശം എന്നുള്ള മട്ടിൽ. ഭഗവാന്റെ കാലത്തുള്ള ആളുകളൊക്കെ നിമിയെ ശപിക്കുകയായിരുന്നു എന്നാണ്. എന്താ കാരണം? ഈ നിമി കണ്ണിൻ്റെ മുകളിൽ വന്നിരുന്നിട്ടാണ് ഇടയ്ക്ക് കണ്ണ് ചിമ്മിപ്പോണത്. നമ്മളോട് സമ്മതം ചോദിക്കാണ്ട് ഇടയ്ക്ക് കണ്ണ് ചിമ്മിപ്പോണുണ്ട്. എന്തേ കാരണം? നിമി അവിടെ ഇരിക്കുന്നത് കൊണ്ടാണെന്നാണ് പറയുക. അപ്പം അതുകൊണ്ട് ആ ഒരു ചെറിയ സമയം, അധിക സമയമൊന്നുമില്ല, ഇടയ്ക്കൊന്ന് കണ്ണടഞ്ഞു പോകുന്നുണ്ട്. ആ ഒരു ചെറിയ സമയം പോലും അവർക്ക് സഹിക്കാൻ വയ്യ. ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് കണ്ണടഞ്ഞു പോകുന്നത് അവർക്ക് സഹിക്കാൻ വയ്യ. അവർ നിമിയെ ശപിക്കായിരുന്നു. എടോ ദുഷ്ടാ, താൻ ഇവിടെ കണ്ണിൻ്റെ മുകളിൽ വന്നിരുന്നിട്ടല്ലേ ഒരു നിമിഷം ഈ കണ്ണടഞ്ഞു പോകുന്നത്? അത്ര നേരം ഞങ്ങൾക്ക് ഭഗവാനെ കാണാൻ പറ്റണില്ലല്ലോ എന്ന് പറഞ്ഞ് അവർ നിമിയെ ശപിക്കായിരുന്നു എന്നാണ്. അതാണ് ഭഗവാന്റെ സ്വരൂപ മഹിമ. നാര്യോ നരാശ്ച മുദിതാഹ കുപിതാ നിമേശ്ച. അങ്ങനെയുള്ള ഭഗവാന്റെ അവതാര ലീലകൾ ഒരു 2 ശ്ലോകം കൊണ്ട് ചുരുക്കി അങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയാണ് ആ നവമസ്കന്ധം അവിടെ സമർപ്പിക്കുന്നത്. അപ്പോഴാണ് പരീക്ഷത്ത് പറയണത്, ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പോരാ, ആ ഭഗവാന്റെ കഥ വിസ്തരിച്ച് പറയണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നീട് 90 അധ്യായങ്ങളിൽ ആ കൃഷ്ണാവതാരം വിസ്തരിക്കുകയാണ്. 90 അധ്യായങ്ങൾ മാത്രമാണോ? അല്ല. പിന്നീട് 10-31 അധ്യായം ഏകാദശ സ്കന്ധം, അതും ഭഗവാന്റെ അവതാര ലീലകൾ അങ്ങനെ വർണ്ണിക്കുന്നു. അങ്ങനെ നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയ ദശമസ്കന്ധം ആരംഭിക്കുകയാണ്. യോഗ ചിത്തവൃത്തി നിരോധ എന്ന് പറയും. യോഗം എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധം, മനസ്സിനെ നിരോധിക്കുക. മറ്റു വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന മനസ്സിനെ അതിൽ നിന്ന് മാറ്റുക. അതത്ര എളുപ്പമല്ല. മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിൻ്റെ പിന്നാലെ എങ്ങനെ പോകലാണ് മനസ്സിൻ്റെ സ്വഭാവം. ഇപ്പോൾ വേണ്ടാത്ത വിഷയങ്ങളുടെ പിന്നാലെ പോകുന്ന മനസ്സിനെ അതിൽ നിന്ന് മാറ്റണമെങ്കിൽ എന്ത് വേണം? ഒരു വിഷയം നമ്മൾ കൊടുക്കണം. നമ്മളിപ്പോൾ മനസ്സിനോട് പറഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലയോ മനസ്സേ നീ ഒരിടത്ത് അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് കേൾക്കില്ല. മനസ്സിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പിന്നാലെ അങ്ങനെ പോകലാണ്, ഒട്ടി നിൽക്കലാണ് മനസ്സിൻ്റെ സ്വഭാവം. അപ്പോൾ നമ്മൾ പറയണം, മനസ്സേ നീ അടങ്ങിയിരിക്കണം എന്ന് പറയണില്ല, പൊയ്ക്കോളൂ. എങ്ങോട്ട്? കണ്ണൻ്റെ പിന്നാലെ പൊയ്ക്കോളൂ, ഭഗവാന്റെ പിന്നാലെ, കൃഷ്ണൻ്റെ പിന്നാലെ പൊയ്ക്കോളൂ. അതാണ് ദശമസ്കന്ധം. 10-90 അധ്യായങ്ങളിൽ ഭഗവാന്റെ പലതരത്തിലുള്ള ലീലകൾ വർണ്ണിക്കുകയാണ്. ഏതെങ്കിലും ഒരു ലീല അത് മനസ്സിൽ പതിയട്ടെ, അതിൻ്റെ പിന്നാലെ മനസ്സ് സഞ്ചരിക്കട്ടെ. അതാണ് നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയ ദശമസ്കന്ധം. ചിത്തം ശുദ്ധമാവും ഈ ഈശ്വരകഥാശ്രവണത്തിലൂടെ. ഇവിടെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷത്ത് പറയാണ്, അങ്ങ് ഇങ്ങനെ ചുരുക്കി പറയരുതേ ഭഗവാന്റെ കഥ, അത് വിസ്തരിച്ച് കേൾക്കണം. അത് വിസ്തരിച്ച് കേൾക്കാൻ എനിക്ക് മോഹമുണ്ട്. നിവൃത്തതർഷൈരുപഗീയമാനാത് ഭവൌഷധാത് ശ്രോത്രമനോഭിരാമാത്
കൗത്തമശ്ലോകഗുണാനുവാദാത് പുമാൻ വിരജ്യേത വിനാ പശുഘ്നാത്. വിരക്തി വന്ന യോഗീശ്വരന്മാർക്ക് പോലും ഈശ്വര കഥ കേട്ട് മതിയാവണില്ല. ലോകത്ത് എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ട എന്ന് പറയും. പണം വേണോ വേണ്ട, പ്രശസ്തി വേണോ വേണ്ട, ഒക്കെ വേണ്ട പറയും. പക്ഷേ ഈശ്വര കഥ അത് വേണം, അത് കേൾക്കണം. ഭഗവത് കഥകൾ കേട്ട് മതിയായിട്ടില്ല. അതാണ് നിവൃത്തതർഷൈരുപഗീയമാനാത്. ആശയറ്റ യോഗീശ്വരന്മാർക്ക് പോലും ഈശ്വര കഥയോടുള്ള ആശ അത് പോയിട്ടില്ല. അങ്ങനെയുള്ള ഭഗവാന്റെ കഥ അങ്ങനെ ചുരുക്കി പറയരുതേ. പിതാമഹാമേ സമരേ അമരഞ്ജയൈഹി ദേവവ്രതാദ്യാതിരഥൈസ്തിമിംഗിലൈഹി. ആ അർജുനൻ, എൻ്റെ മുത്തശ്ശൻ, മഹാഭാരത യുദ്ധത്തിൽ ജയിച്ചു പാണ്ഡവർ. എന്തേ കാരണം? ആ മുത്തശ്ശൻ്റെ മുന്നിൽ ഡ്രൈവറായിട്ട് ആരുണ്ടായിരുന്നു? സാരഥിയായിട്ട് ഈ ഭഗവാൻ ഉണ്ടായിരുന്നു, പാർത്ഥ സാരഥിയായിട്ട്. അതുകൊണ്ടല്ലേ ജയിച്ചത്. അതല്ലെങ്കിൽ സാധിക്കുമോ? ആ ഭീഷ്മരെയും ദ്രോണരെയൊക്കെ വീഴ്ത്താൻ പാണ്ഡവർ വിചാരിച്ചാൽ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിച്ചു. ഇനി എൻ്റെ കഥ നോക്കൂ. ഇനി മറ്റുള്ളതൊക്കെ പോട്ടെ, എൻ്റെ കഥ നോക്കൂ. ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മദംഗം. അശ്വത്ഥാമാവ് അസ്ത്രം അയച്ചു. ആ സമയം ദഹിച്ചു പോകേണ്ട ആളാ ഞാൻ. എന്നെ രക്ഷിച്ചത്, ഗർഭത്തിൽ വെച്ച് രക്ഷിച്ചത് ഈ ഭഗവാനല്ലേ? ആ ഭഗവാൻ എന്നെ രക്ഷിച്ചത് ഇപ്പോൾ അങ്ങയുടെ മുഖത്തൊന്ന് ഈ ഭാഗവതം കേൾക്കാനാ. ഈ ഭാഗവതം കേൾക്കാനാണ് ഞാൻ ജനിച്ചത് തന്നെ. അതല്ലായിരുന്നുവെങ്കിൽ ആ ഗർഭത്തിൽ വെച്ച് ഞാൻ മരിക്കില്ലായിരുന്നോ? അതുകൊണ്ട് ആ ഭഗവാന്റെ കഥ അതെനിക്ക് പറഞ്ഞു തരണേ, വിസ്തരിച്ച് പറഞ്ഞു തരണേ. അത് കേൾക്കാൻ ഞാൻ യോഗ്യനാണെങ്കിൽ അങ്ങ് ആ ഭഗവാന്റെ കഥ വിസ്തരിക്കണേ. ഇനി എനിക്ക് വിശപ്പും ദാഹവും ഉണ്ട് എന്ന് കരുതി പറയാണ്ടിരിക്കുകയാണോ? ചിലപ്പോൾ അതാവാം. 2-3 ദിവസമായില്ലേ ഇപ്പോൾ. അപ്പോൾ വിശപ്പുണ്ടാവും, ദാഹം ഉണ്ടാവും. സമയാസമയം ഭക്ഷണം കഴിക്കുക ഒന്നുമില്ലല്ലോ ഈ പരീക്ഷത്ത്. അതുകൊണ്ട് ക്ഷീണം ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ചുരുക്കി പറഞ്ഞതാണെങ്കിൽ അങ്ങനെ ചുരുക്കരുതേ. എനിക്ക് ക്ഷീണമൊന്നുമില്ല. നൈഷാതി ദുസ്സഹാ ക്ഷുന്മാം ത്യക്തോദമഭിബാധത്തെ പിബന്തം ത്വന്മുഖാം ഭോജച്യുതം ഹരികഥാമൃതം. അങ്ങയുടെ മുഖത്തുനിന്ന് ഒഴുകി വരുന്ന ഈ ഹരികഥാമൃതം പാനം ചെയ്ത് എനിക്കിപ്പോൾ വിശപ്പുമില്ല, ദാഹവുമില്ല. അതുകൊണ്ട് എനിക്ക് ക്ഷീണമുണ്ടെന്ന് കരുതിയിട്ട് അങ്ങ് ചുരുക്കരുതേ, വിസ്തരിച്ച് കേൾക്കണം. ഇങ്ങനെ കൃഷ്ണകഥ കേൾക്കാനുള്ള ഔത്സുക്യം അത് പ്രകടിപ്പിച്ചു പരീക്ഷത്ത്. പരീക്ഷത്തിൻ്റെ ഈ ശ്രദ്ധ കണ്ട സമയത്ത് കഥ പറയുന്ന ശ്രീശുകർ കഥാവ് നിസ്സാഹായി. ആ ശ്രീശുക ബ്രഹ്മർഷി വിസ്തരിച്ച് ഭഗവാന്റെ കഥകൾ വർണ്ണിക്കുകയാണ്. ബ്രഹ്മരാധൻ വിഷ്ണുരാധന് പറഞ്ഞു കൊടുക്കുകയാണ്. ബ്രഹ്മരാധൻ എന്ന് പറഞ്ഞാൽ ശ്രീശുകർ, വിഷ്ണുരാധനോ അത് പരീക്ഷത്ത്. ഈശ്വര കഥകൾ എത്ര പറഞ്ഞാലും മതിയാവാത്ത ആളാണ് ശ്രീശുകർ. ഈശ്വര കഥകൾ എത്ര കേട്ടാലും മതിയാവാത്ത ആളാണ് പരീക്ഷത്ത്. ഇവിടെ ആ കൃഷ്ണകഥ പരീക്ഷത്തിനായിട്ട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്. സമ്യക് വ്യവസിതാ ബുദ്ധി തവ രാജർഷി സത്തമാ വാസുദേവ കഥായാം തേ യജ്ജാതാ നൈഷ്ഠികീരതി. അല്ലയോ രാജാവേ, അങ്ങയുടെ ബുദ്ധി വേണ്ടതുപോലെ തന്നെ, അല്ലയോ രാജാവേ, അങ്ങയുടെ ബുദ്ധി നേർവഴിക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അങ്ങേക്ക് ഈ ഭഗവത് കഥകളിൽ ശ്രദ്ധ ഉണ്ടായല്ലോ. തവ രാജഋഷി സത്തമ. ശ്രീശുകര് പരീക്ഷത്തിനെ വിളിക്കുന്നത് രാജഋഷി സത്തമ എന്നാണ്. രാജാവാണ്, സ്വതേ രാജാവാണ്, രാജഋഷി. ഇങ്ങനെ രാജഋഷിയായത് എപ്പോഴാണ്? അദ്ദേഹം ഈ സ്വത്തും സമ്പത്തും എല്ലാം വിട്ട്, ഈ സ്വത്തും പദവിയും എല്ലാം വിട്ട് അദ്ദേഹം പ്രായോപവേശം ചെയ്തപ്പോൾ രാജഋഷിയായി. ഇപ്പോഴോ രാജഋഷി സത്തമാ, രാജഋഷി ശ്രേഷ്ഠൻ. എന്തേ കാരണം? ഈ കഥ കേൾക്കാനുള്ള ആ ഔത്സുക്യം, ആ ശ്രദ്ധ. അപ്പോൾ രാജഋഷി സത്തമനായി. അങ്ങേക്ക് ഈ വാസുദേവ കഥായാം തേ യജ്ജാതാ നൈഷ്ഠികീരതി. ഈ ഈശ്വര കഥ കേൾക്കാനുള്ള ഈ ഒരു രതി, ഈ ഒരു ഭക്തി ഉണ്ടല്ലോ, നന്നായി. ഈശ്വര കഥകൾക്ക് വലിയൊരു പ്രത്യേകത ഉണ്ട്. ഭഗവത് കഥകളുടെ പ്രത്യേകത അത് പറയുന്നവനും കേൾക്കുന്നവനും അതിന് പ്രേരിപ്പിച്ചവനും പുണ്യം ഒരുപോലെയാണ്. ഞാൻ പറയാം, പണ്ട് ഭൂമിക്ക് ഭാരം സഹിക്ക വയ്യാതെയായി. ദുർജനങ്ങൾ ധാരാളമായിട്ടുണ്ടായ ഭൂമിക്കത് ഭാരം. ഭൂമിക്ക് ഭാരം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൂടിയ ഭൂമിക്ക് ഭാരമൊന്നുമില്ല. നാമം ജപിക്കാത്തവർ വർദ്ധിച്ചാൽ ഭൂമിക്ക് ഭാരമാണ്. അമ്മയ്ക്ക് കുട്ടി ഭാരമാണോ? അല്ല. തൻ്റെ കുട്ടി മടിയിലിരുന്ന അമ്മയ്ക്ക് ഭാരമായിട്ട് തോന്നുമോ? അത് തോന്നില്ല. പക്ഷേ ആ കുട്ടിയുടെ അത്ര കനത്തിലൊരു അമ്മിക്കുട്ടി എടുത്ത് മടിയിൽ വെച്ചാലോ അത് ഭാരമാണ്. തന്നെ സ്നേഹിക്കുന്നവർ ഈ ലോകത്തുണ്ടായാൽ ഭൂമിക്കത് ഭാരമല്ല. പക്ഷെ ദ്രോഹിക്കുന്നവരുണ്ടെങ്കിൽ അത് ഭാരമാണ്. അധർമ്മികളുണ്ടെങ്കിൽ ഭാരമാണ്. ധാരാളം അധർമ്മികൾ ഈ ഭൂമിയിൽ അങ്ങോട്ട് പെരുകി, കംസനെ പോലുള്ള ദുഷ്ടന്മാർ. അതോടുകൂടി ഭൂമിക്ക് ഭാരം സഹിക്ക വയ്യാതെയായി. ഭൂമി ഒരു ഗോരൂപം സ്വീകരിച്ചു. അങ്ങനെ ദേവന്മാരും ഭൂമിദേവിയും കൂടി ബ്രഹ്മദേവനെ കണ്ടു. ബ്രഹ്മദേവൻ ഇവരെ എല്ലാവരെയും കൂട്ടി പാലാഴി ചെന്ന് ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. അപ്പോൾ അവിടെ നിന്ന് അശരീരി ഉണ്ടായി. ആരും പേടിക്കണ്ട, അധികം വൈകാതെ ഞാൻ അവതരിക്കും. വസുദേവ ഗൃഹേ സാക്ഷാത് ഭഗവാൻ പുരുഷഃ പരഃ
ജനിഷ്യതേ തത്പ്രിയാർത്ഥം സംഭവന്തു സുരസ്ത്രിയ. ഞാൻ അധികം വൈകാതെ വസുദേവരുടെ ഗൃഹത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായി അവതരിക്കും. സാധാരണ പോലുള്ള അവതാരമല്ല. സാധാരണ എടുക്കാറുള്ള അവതാരമൊക്കെ അധികകാലം ഉണ്ടാവില്ല. വന്നു കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ പോവും. നരസിംഹമായിട്ട് വന്നു, പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു, പോയി. വാമനമൂർത്തിയായിട്ട് വന്നു, ബലിയെ അനുഗ്രഹിച്ചു, പോയി. എന്നാൽ ഇതങ്ങനെയല്ല. വന്ന് പിറന്ന് കുറച്ച് കാലം 125 വർഷം ആ ഭൂമിയിലുള്ളവരൊക്കെ ആനന്ദിപ്പിച്ചും കൊണ്ട് കഴിയും. അതുകൊണ്ട് എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ തിരിച്ചു പോരണു. പിന്നീട് ആ ഭൂമിയിൽ മഥുരാപുരിയിൽ ഗംഭീരമായിട്ടൊരു വിവാഹം നടക്കണു. അതാണ് വർണ്ണിക്കുന്നത്. മാധുരാൻ ശൂരസേനാംശ്ച വിഷയാൻ ബുഭുജേ പുരാ. ഉത്തര മഥുരാപുരിയിൽ ഗംഭീരമായിട്ടുള്ള വിവാഹം. ദേവകിയാണ് വധു, വസുദേവരാണ് വരൻ. ആ വിവാഹം വളരെ ഭംഗിയിൽ നടക്കുന്നു. അത് നടത്തിക്കൊടുക്കുന്നത് ആരാണ്? അത് നടത്തിക്കുന്നത് ആരാണ്? അത് ദേവകിയുടെ സഹോദരൻ ഉഗ്രസേനൻ്റെ മകൻ കംസനാണ്. ഗംഭീരമായിട്ടുള്ള വിവാഹം. ഗജാനാം ഹേമമാലിനാം. ആനയ്ക്ക് പോലും സ്വർണത്തിൻ്റെ ചങ്ങലയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ദേവകിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും. സ്വർണത്തിൽ കുളിച്ചങ്ങനെ വരുന്നുണ്ടാവും ദേവകി. വളരെ കേമായിട്ടാണ് ഈ വിവാഹം. സ്വർണ്ണ കിരീടം ധരിച്ച 400 ആനകൾ, 10,000 കുതിരകൾ, 10,000 തേരുകൾ, 10,000 പദയാത്രക്കാർ. ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള ആ വിവാഹം. അതിൽ ആ തേര് തളിക്കണത് ആരാ? അത് ഈ കംസൻ തന്നെയാണ്. തൻ്റെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവിനെയും വഹിച്ചും കൊണ്ട് ആ തേര് തളിച്ച് കൊണ്ടുപോകുന്നത് ആരാണ്? അത് കംസൻ തന്നെയാണ്. അത് കണ്ട് ജനങ്ങളൊക്കെ പറഞ്ഞു, നോക്കൂ എന്തൊരു സ്നേഹം അനിയത്തിയോട് ഈ കംസന്. അവരൊക്കെ കരുതി നല്ല സ്നേഹമാണെന്നുള്ളത്. അത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ശരിക്കും സ്നേഹമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ കംസൻ ഈ ദേവകിയെയും വസുദേവരെയും വഹിച്ചും കൊണ്ട് അങ്ങനെ പോണു. തമാശയൊക്കെ പറഞ്ഞും കൊണ്ട് അങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് ഒരു നാൽക്കവല, ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ അവിടെ നിന്നൊരു അശരീരി കേട്ടു. എന്താ അശരീരി? അസ്യാസ്ത്വാമഷ്ടമോ ഗർഭ ഹന്തായാം വഹസേ അബുധ. അലയോ അബുധ, അലയോ വിഡ്ഢി, നീ ആരെയാണോ വഹിച്ചു കൊണ്ടുപോണത് അവളുടെ 8ാമത്തെ ഗർഭം നിന്റെ അന്തകനാവും എന്ന അശരീരി. ഈ അശരീരി അങ്ങോട്ട് കേട്ടില്ലേ? ഇത് പരമാർത്ഥാണോ? ഇതാരാ പറഞ്ഞത് എന്നൊന്നും, ഇതിൽ വല്ല സത്യമുണ്ടോ എന്നൊന്നും അന്വേഷിച്ചില്ല ഈ കംസൻ. തൻ്റെ അന്തകനാണ് ഉണ്ടാവുക എന്നങ്ങോട്ട് കേട്ടതും ആ വാളങ്ങട്ട അരയിൽ നൂരി ഭഗിനീം ഹന്തുമാരബ്ധ ഖഡ്ഗപാണിക്കചേ ഗ്രഹീത്. ആ തേർത്തടത്തിലെ അങ്ങോട്ട് ചാടി ആ ദേവകിയുടെ മുടി അങ്ങോട്ട് പിടിച്ചു, തല വെട്ടാനായിട്ടൊരുങ്ങി. പാവം ആ വസുദേവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിവാഹം കഴിഞ്ഞ് അധിക സമയമായില്ല. തൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ പത്നിയെ, തൻ്റെ പത്നിയുടെ ജ്യേഷ്ഠൻ വെട്ടിക്കൊല്ലാൻ പുറപ്പെടുകയാണ്. അദ്ദേഹം തൊഴുതും കൊണ്ട് ഈ അധർമ്മം ഇല്ലാണ്ടിയാക്കാൻ ആവുന്നതുപോലെ പരിശ്രമിച്ചു. ശ്ലാഘനീയ ഗുണശൂരൈഹി ഭവാൻ ഭോജയശസ്കര. കേമായിട്ട് പുകഴ്ത്തി കംസനെ. പുകഴ്ത്തി കഴിഞ്ഞാൽ വിടുകയായിരിക്കുന്നു കരുതിയിട്ട് പറഞ്ഞതാ. ഭോജയശസ്കര ശ്ലാഘനീയ ഗുണശൂരൈഹി. എല്ലാ ഗുണങ്ങളും തികഞ്ഞവനല്ലേ രാജാവേ അങ്ങ്. എന്ത് ഗുണ കംസനുള്ളത്? ഒരു ഗുണവും കംസനില്ല, ദോഷം മാത്രമേ ഉള്ളൂ. എങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി. ഭോജയശസ്കര, ഭോജവംശത്തിന് യശസ്സുണ്ടാക്കിയവനല്ലേ അങ്ങ്. ഭോജവംശത്തിന് കംസനെ കൊണ്ട് ചിത്തപ്പേര് മാത്രമേ ഉണ്ടായുള്ളൂ. എങ്കിലും പറഞ്ഞു നോക്കി. ഭോജയശസ്കര, അങ്ങനെയുള്ള അങ്ങ് സ കഥം ഭഗിനീം ഹന്യാത്. അങ്ങനെ യോഗ്യനായിട്ടുള്ള ആ അങ്ങ് ഈ വിവാഹ സന്ദർഭത്തിൽ ഈ അനിയത്തിയെ വധിക്കുക എന്നുള്ളത് എത്ര മോശാത്. ജനങ്ങളൊക്കെ കാണുന്നുണ്ടേ, അങ്ങേ വിലയിരുത്തും ഇത് മോശമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കി. എവിടെ കേൾക്കണു ഈ കംസൻ? ഇനി ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും തീർച്ചയാ എന്നൊക്കെ വേദാന്തമൊക്കെ പറഞ്ഞു നോക്കി. എവിടെ? ഇതൊന്നും കംസൻ ശ്രദ്ധിക്കുന്നില്ല. പലതും പറഞ്ഞു, എന്നിട്ടൊന്നും കംസന് മനം മാറ്റമില്ല. അങ്ങനെ ഇരിക്കുമ്പം വസുദേവർ എന്തോന്ന് ചിന്തിച്ച് ചിരിച്ചു. ആ ചിരി കണ്ടപ്പം കംസൻ ചോദിച്ചു, എന്താടോ താൻ ചിരിക്കണത് ചോദിച്ചു. വസുദേവർ പറഞ്ഞു, അല്ല ഒന്ന് ഞാൻ ചോദിക്കട്ടെ. വസുദേവർ ചിന്തിച്ചത്, ഈ അശരീരി സത്യമാണെങ്കിൽ ആ അശരീരിയിൽ ഒരു സത്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഏത് സത്യം? ദേവകി ഇപ്പോൾ മരിക്കാൻ പാടില്ല. എന്താ കാരണം? ദേവകിയുടെ 8ാമത്തെ പുത്രനല്ലേ വധിക്കുക. ദേവകി 8 പ്രസവിക്കണമെങ്കിൽ ഇപ്പം ദേവകി മരിക്കില്ല. അതാർക്ക് മനസ്സിലായി? വസുദേവർക്ക് മനസ്സിലായി. അതാണ് ചിരിച്ചത്. ഭഗവാന്റെ ആ ഭാവം അല്ലേ, ഭഗവാന്റെ സങ്കല്പം അതെന്താവോ എന്തോ ഇഷ്ടമില്ല, അത് നടക്കട്ടെ എന്നുള്ള മട്ടിൽ ആ വസുദേവരൊന്ന് പുഞ്ചിരിച്ചു. എന്താണ് ചിരിച്ചത് ചോദിച്ച സമയത്ത് വസുദേവർ പറഞ്ഞു, രാജാവേ ഒന്ന് ഞാൻ ചോദിക്കട്ടെ. ദേവകി കൊല്ലുന്നല്ലോ പറഞ്ഞത്, ദേവകിയുടെ പുത്രൻ കൊല്ലുന്നല്ലേ അല്ലേ? ദേവകിക്ക് ഉണ്ടാവുന്ന ഗർഭം ആ കുട്ടി കൊല്ലുന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്യാം, ദേവകിക്ക് ഉണ്ടാവുന്ന കുട്ടികളെ മുഴുവൻ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം. പുത്രാൻ സമർപ്പയിഷ്യേസ്യ യതസ്തേ ഭയമുത്ഥിതം.
അങ്ങനെയാണെങ്കിൽ ദേവകിയെ വെറുതെ വിടൂ, ദേവകിയുടെ കുട്ടികളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം കംസനും തോന്നി, എന്നാൽ പിന്നെ ഈ അനിയത്തിയെ കൊന്നു എന്നുള്ള ചീത്തപ്പേരുണ്ടാവില്ലല്ലോ, വിട്ടയക്കാം എന്ന് കരുതി ഉണ്ടാവുന്ന കുട്ടികളെയൊക്കെ ഇദ്ദേഹം കൊണ്ടുതരും, സംശയമില്ല. കാരണം സത്യസന്ധനാണ് വസുദേവർ, അതറിയാം. എന്നാൽ പിന്നെ ദേവകിയെ കൊല്ലണ്ടാന്ന് കരുതി. പക്ഷെ പിന്നീട് തേര് തെളിക്കാനൊന്നും ആരും നിന്നില്ല, കംസൻ നിന്നില്ല, അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. ദേവകിക്കും വസുദേവർക്കും വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഗൃഹപ്രവേശം ഉണ്ടാവും. ഇത് കാരാഗൃഹപ്രവേശമാണ് ഉണ്ടായത്. രണ്ടുപേരെയും കാരാഗൃഹത്തിലിട്ടു ആര്? ഈ കംസൻ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അഥകാല ഉപാവൃത്തേ ദേവകീ സർവദേവതാ പുത്രാൻ പ്രസുഷുവേചാഷ്ടൗ കന്യാം ചൈവാനുവത്സരം. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ഉണ്ണിയെ ആര് പ്രസവിച്ചു? ദേവകി പ്രസവിച്ചു. ആ ഉണ്ണിക്ക് പേരിട്ടു കീർത്തിമാൻ. ആ ഉണ്ണിയെ ലാളിച്ചും കൊണ്ടിരിക്കുകയാണ് ദേവകി. അത് കണ്ടപ്പോൾ വസുദേവർ പറഞ്ഞു, മതി ദേവകി മതി, അധികം ലാളിച്ചു കഴിഞ്ഞാൽ സ്നേഹം കൂടും, സ്നേഹം വർദ്ധിക്കും. ഈ ഉണ്ണിയെ കൊല്ലാൻ കൊടുക്കണം കംസന്, ഞാൻ ആ വാക്ക് പറഞ്ഞത്, അതുകൊണ്ട് വാക്ക് മാറ്റാൻ പറ്റില്ല, ഇങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞ് ആ ഉണ്ണിയെ വാങ്ങി ഈ കംസൻ്റെ അടുത്തേക്ക് ആര് കൊണ്ടുപോവുകയാണ്? ഈ വസുദേവർ കൊണ്ടുപോവുകയാണ്. കിം ദുസ്സഹം നു സാധൂനാം. നോക്കൂ, ഒരു അച്ഛൻ മകനെ കൊല്ലാൻ കൊടുക്കാൻ പോവുകയാണ്. കിം ദുസ്സഹം നു സാധൂനാം. സജ്ജനങ്ങൾക്ക് സാധിക്കാത്ത കാര്യം എന്തെങ്കിലും ഉണ്ടോ? നോക്കൂ, അവർക്കെന്തും സാധിക്കും. അവർക്ക് പ്രധാനം ധർമ്മം, സത്യം, അതാണ് പ്രധാനം. അതിൻ്റെ മുന്നിൽ മറ്റുള്ളതൊന്നും ഒരു വിഷയമല്ല. താൻ പറഞ്ഞ വാക്ക് അത് പാലിക്കാനായിട്ട് ആ ഉണ്ണിയെ കൊണ്ടുപോകുന്നു കംസൻ്റെ അടുത്തേക്ക്. അങ്ങനെ കംസനെ വിളിച്ചുണർത്തി തൻ്റെ ആ ഉണ്ണിയെ സമർപ്പിക്കുകയാണ്. ഇത്രയ്ക്ക് കംസനും കണക്കാക്കിയില്ല. അച്ഛൻ മകനെ കൊല്ലാൻ കൊടുക്കേ, അവിടെ പോയി വാങ്ങേണ്ടി വരുന്ന കണക്കാക്കിയത്. ഇത് ഉണ്ടായി അധികം നേരമായില്ല, ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ആര്? വസുദേവർ. അത് കണ്ടപ്പോൾ അത്ഭുതമായി. നല്ലോണം ആ ഉണ്ണിയെ ഒന്ന് നോക്കി. ചെറിയൊരു ഉണ്ണി, എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മരുമകനല്ലേ, അനിയത്തിയുടെ ഉണ്ണിയല്ലേ. ആ ഒരു ഭാവം കംസന്. നല്ലോണം ഒന്ന് നോക്കി. പിന്നെ ആശ്രീരി പറഞ്ഞത് 8ാമത്തെ ഉണ്ണി കൊല്ലുന്നല്ലേ, ഇത് 1ാമത്തെ അല്ലേ, ഇതിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ഉണ്ണിയെ തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്ന് ആര് കരുതി? കംസൻ കരുതി. എന്നിട്ട് പറഞ്ഞു, പ്രതിയാതു കുമാരോയം. വസുദേവരെ കൊണ്ടുപോയിക്കോളൂ, ഈ ഉണ്ണിയെ എനിക്ക് പേടിയൊന്നുമില്ല. 8ാമത്തെ ഉണ്ണി കൊല്ലുന്നല്ലേ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യൂ, 8ാമനെ മാത്രം എനിക്ക് തന്നാൽ മതി കേട്ടോ, അതുവരെയുള്ളവരെയൊക്കെ വളർത്തിക്കോളൂ എന്നും പറഞ്ഞ് ആരെ പറഞ്ഞയച്ചു? വസുദേവരെ പറഞ്ഞയച്ചു. വസുദേവർ ആ ഉണ്ണിയും കൊണ്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വരണ ആ വസുദേവർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. എന്തേ കാരണം? കംസൻ്റെ സ്വഭാവം നല്ലപോലെ അറിയാം, ദുഷ്ട സ്വഭാവമാണ്. ഇപ്പം വെറുതെ വിട്ടു പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ വസുദേവരുടെ സന്തോഷം കാണുമ്പോൾ തിരിച്ചു വാങ്ങി കൊന്നൊന്നും വരും. ദുഷ്ട സ്വഭാവമാണ് കംസന്. അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷമൊന്നും ആർക്കുണ്ടായില്ല, വസുദേവർക്കുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ നാരദ മഹർഷി മധുരയിലെത്തുന്നു. കംസനെ കണ്ട് കാര്യങ്ങൾ പറയുകയാണ്. വൃന്ദാവനത്തിലെ വ്രതത്തിലെ നന്ദരും ഗോപന്മാരും യശോദ മുതലായ സ്ത്രീകളും ഇവിടെയുള്ള വസുദേവരും ദേവകിയും യാദവ സ്ത്രീകളും അവരുടെ സുഹൃത്തുക്കളും എല്ലാവരും ദേവന്മാരാണ്, ദേവലോകത്തുള്ളവരാണ്. ഇത് കംസനെ അറിയിച്ചു. ഭൂമിയുടെ ഭാരം തീർക്കാനായി അസുരന്മാരെ വധിക്കാനായിട്ട് ആ ദേവന്മാർ ഒരുങ്ങിക്കഴിഞ്ഞു. അതങ്ങോട്ട് കേട്ടില്ലേ, യാദവന്മാർ ദേവന്മാരാണെന്നും തന്നെ വധിക്കാനായിട്ട് ദേവകിയിൽ ഭഗവാൻ ജനിക്കാൻ പോകുന്നു, വിഷ്ണു ഭഗവാൻ ജനിക്കാൻ പോകുന്നു എന്ന് കരുതി ആ കംസൻ ദേവകിയെയും വസുദേവനെയും ചങ്ങലയിട്ട് പൂട്ടി കാരാഗ്രഹത്തിൽ പാർപ്പിക്കുകയാണ്. അവർക്ക് ജനിക്കുന്ന കുട്ടികളെയൊക്കെ വിഷ്ണുവാണെന്ന് ശങ്കിച്ച് അപ്പോൾ ആര് കൊന്നു? ഈ കംസൻ കൊന്നു. താൻ പൂർവ്വജന്മത്തിലെ കാലനേമി എന്ന അസുരനായിരുന്നു എന്നും തന്നെ വിഷ്ണു ഭഗവാൻ വന്ന് വധിച്ചു എന്നും അറിഞ്ഞ ആ കംസന് യാദവന്മാരോട് വിരോധം തുടങ്ങി. അധർമ്മം പലതും ഈ കംസൻ കാണിക്കാനായിട്ട് ഒരുങ്ങി. അതിനെതിരെ നിന്ന ഈ കംസൻ കാണിക്കുന്ന അധർമ്മങ്ങൾക്ക് എതിരെ നിന്ന കംസൻ്റെ അച്ഛൻ ആ ഉഗ്രസേനനെ കംസൻ ജയിലിലിട്ടു. അങ്ങനെ കംസൻ സ്വയം രാജാവായി. ഇങ്ങനെ ഭൂമിയിൽ അധർമ്മം പെരുകിയ സമയത്ത് വസുദേവരുടെ തന്നെ ഒരു പത്നി രോഹിണി, ആ രോഹിണിയെ വസുദേവർ തൻ്റെ സുഹൃത്തായ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെയാണ് വസുദേവരുടെ പത്നി രോഹിണി നന്ദഗൃഹത്തിലെത്തുന്നത്. നാളെ നീ കഥ കേൾക്കുമ്പോൾ ഈ രോഹിണി എങ്ങനെ നന്ദഗൃഹത്തിലെത്തിയെന്ന് സംശയിക്കേണ്ട. ഇങ്ങനെ അധർമ്മം നടക്കുന്ന സമയത്ത് വസുദേവരിത പറഞ്ഞയച്ചതാണ്. ഇവിടെ കംസൻ വസുദേവർക്ക് ദേവകിയിലുണ്ടായ 6 പുത്രന്മാരെയും നിഷ്കരുണം കൊന്നു. 7ാമതും ഗർഭം ധരിച്ചു ദേവകി. അപ്പോൾ വിഷ്ണു ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് മായാഭഗവതിയെ വിളിച്ചു. ഗച്ഛ ദേവി വ്രജം ഭദ്രേ ഗോപഗോഭിരലങ്കൃതം രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ. അല്ലയോ ഭഗവതി, നീ ചെറിയൊരു ഉപകാരം ചെയ്യണം. എന്താ വേണ്ടത്? രോഹിണീ വസുദേവസ്യ ഭാര്യാസ്തേ നന്ദഗോകുലേ. ഈ വസുദേവരുടെ ഭാര്യ
രോഹിണി ഇപ്പം ഗോകുലത്തിലുണ്ട്. ദേവകി ഇപ്പം ഗർഭിണിയാണ്, 7ാമത് ഗർഭം ധരിച്ചിട്ടുണ്ട്. അത് എൻ്റെ തേജസ് തന്നെയാണ്, ശേഷനാണ്, സംകർഷണമൂർത്തിയാണ്. ആ ഗർഭത്തെ ദേവകിയുടെ ഗർഭത്തിൽ നിന്ന് എടുത്ത് രോഹിണിയുടെ ഗർഭത്തിലേക്ക് ചേർക്കണം. എന്നിട്ട് നീ പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അവിടെ യശോദ, നന്ദഗോപര് പാവം കുറേ കാലമായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നുമില്ല. 40-45 വയസ്സായി യശോദയ്ക്ക്. അതുകൊണ്ട് നീ അവളുടെ ഗർഭത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചോളൂ. അധികം വൈകാതെ ഞാനിതാ വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായിട്ട് അവതരിക്കും. ഇങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിന്നെ ഭൂമിയിലുള്ളവരൊക്കെ ആരാധിക്കും. ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമുദ ചണ്ഡിക കൃഷ്ണ മാധവി കന്യകേതി ച. ദുർഗ എന്നും ഭദ്രകാളി എന്നും വിജയ എന്നും വൈഷ്ണവി എന്നും കുമുദ എന്നും ചണ്ഡിക എന്നൊക്കെ വിളിച്ച് അങ്ങനെ നാമം ജപിച്ച് ഇങ്ങനെ നിന്നെ വിവിധ നാമങ്ങളാൽ വിവിധ സ്ഥാനങ്ങളിൽ ജനങ്ങളിതാ ആരാധിക്കും എന്ന് അനുഗ്രഹിച്ചു. ദേവി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അങ്ങനെയാണ് ബലരാമസ്വാമി കുറച്ചു കാലം ദേവകിയുടെ ഗർഭത്തിലും ഉണ്ടായി, കുറച്ചു കാലം രോഹിണിയുടെ ഗർഭത്തിലും ഉണ്ടായി. രണ്ടുപേരും അമ്മമാരാ. ഇങ്ങനെ ഗർഭസംഘർഷണം കൊണ്ട് സംഘർഷണൻ എന്ന് പേര്, രമിപ്പിക്കുന്നത് കൊണ്ട് രാമൻ എന്ന് പേര്, നല്ല ബലമുള്ളത് കൊണ്ട് ബലൻ എന്ന് പേര്. അങ്ങനെയാണ് ബലരാമൻ എന്ന ഉണ്ണിക്ക് പേരുണ്ടായത്. അങ്ങനെ ഈ 7ാമത്തെ ഗർഭം ബലരാമസ്വാമിയെ രോഹിണിയുടെ ഗർഭത്തിലേക്കാക്കി. അതോടുകൂടി കംസന്റെ കൊട്ടാരത്തിലെ ആളുകൾ പറയാൻ തുടങ്ങി, അഹോ വിശ്രംസിതോ ഗർഭ ഇതി പൗരാവിചുക്രുഷു. ദേവകിയുടെ 7ാമത്തെ ഗർഭം അലസിപ്പോയി എന്നങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി. ഇതാരും കേട്ടു, കംസനും കേട്ടു. അങ്ങനെ ഒരിക്കൽ ആ കാരാഗൃഹത്തിലിരിക്കുന്ന വസുദേവരങ്ങനെ കണ്ണടച്ച് പുഞ്ചിരിച്ചിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ ദേവകി ചോദിക്കുകയാണ്, കഷ്ടം, എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു? 6 ഉണ്ണികളുണ്ടായി, ആ 6 ഉണ്ണികളെയും അടിച്ചു കൊല്ലുകയുണ്ടായത് കംസൻ. 7ാമത് ഗർഭം ധരിച്ചു, അത് അലസിയും പോയി. എന്നിട്ടും അച്ഛനായ അങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ടല്ലോ. വസുദേവർ പറയുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും? ചിരിക്കാനാണ് തോന്നുന്നത്. ഉള്ളിലൊരു രൂപം ഇങ്ങനെ കാണുന്നുണ്ട്. നീലമേഘ ശ്യാമളനായി ശംഖചക്ര ഗദാധാരിയായി ഒരു ഉണ്ണി, ഒരു നീലബാലൻ പുഞ്ചിരിച്ചും കൊണ്ട്, അച്ഛാ ഞാൻ വരികയായി, ദുഃഖങ്ങളൊക്കെ തീർന്നുട്ടോ, ഞാൻ വരികയായി എന്ന് തന്നോട് പറയണത് പോലെ ആ രൂപം അങ്ങോട്ട് വർണ്ണിച്ചു കൊടുത്തു. ആ വസുദേവരുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഭഗവാന്റെ രൂപം അതുതാ വസുദേവർ വർണ്ണിച്ചു കൊടുത്തു. ആ ആനന്ദം, ഈ വസുദേവർ അനുഭവിച്ച ആനന്ദം ദേവകിക്ക് പകർന്നു കൊടുത്തു. ആര്? ഈ വസുദേവർ. സാ ദേവകീ സർവജഗന്നിവാസഭൂത നിതരാം നരേജേ. അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ ദേവകിയുടെ ചൈതന്യം കണ്ടിട്ട് പറയാണ്, ഈ കുട്ടിയെ ഒരിക്കലും കംസന് കിട്ടില്ലട്ടോ, ഇത് കംസനെയും കൊണ്ടേ പോവൂ എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. എന്നാൽ അതൊന്നു കാണണമല്ലോ എന്നുള്ള മട്ടിൽ കംസൻ വരികയാണ് ദേവകിയെ കാണാനായിട്ട്. താം വീക്ഷ്യ കംസഃ പ്രഭയാജിതാന്തരാം വിരോചയന്തീം ഭവനം ശുചിസ്മിതാം ആഹൈഷമേ പ്രാണഹരോ ഹരിർഗുഹാം ധ്രുവം ശ്രിതോ എന്ന പുരേയമീദൃശീ. ഗുഹയിൽ സിംഹം പതുങ്ങിയിരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് ആര്? ഇവിടെ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ. കംസൻ ആ ദേവകിയുടെ തേജസ് കണ്ട് കണ്ണ് ചിമ്മി. എന്തൊരു തേജസ്സാണ്! പ്രഭയാജിതാന്തരാം ജ്യോതിഷാം അപി തജ്ജ്യോതി. ആ പരംജ്യോതിയാണ് ഈ ദേവകിയുടെ ഗർഭത്തിൽ, ആ പരമാത്മാവാണ്. കംസൻ അധിക നേരം നോക്കി നിന്നില്ല, കണ്ണടച്ചു, പേടിച്ച് തിരിച്ച് പോവുകയുണ്ടായത്. ഇത്ര തേജസ്, ഇത്ര കാന്തി ദേവകിയിലേതിൻ്റെ മുമ്പ് കംസൻ കണ്ടില്ല. കംസൻ പേടിച്ച് തിരിച്ചുപോയി. ഇതി ഘോരതമാദ്ഭാവാത് സന്നിവൃത്തഃ സ്വയം പ്രഭുഃ ആസ്തേ പ്രതീക്ഷം സ്തജ്ജന്മ ഹരേർവൈരാനുബന്ധകൃത്. ഈ ഗർഭിണിയായിട്ടുള്ള സോദരിയെ കൊന്നുകഴിഞ്ഞാൽ ജനാപവാദം, ജനങ്ങൾ പരിഹസിക്കും, പുച്ഛിക്കും. അത് വയ്യ, അത് വേണ്ടാന്ന് കരുതി ഒന്ന് പ്രസവിച്ച് കിട്ടട്ടെ, ഒന്ന് പ്രസവിച്ച് കഴിഞ്ഞാൽ ആ ഉണ്ണിയെ കൊല്ലണം എന്നുള്ള മട്ടിൽ ആ കംസൻ ഉറക്കല്ലാണ്ട കഴിഞ്ഞു എന്നാണ്. ആസീനഹ സംവിശംസ്തിഷ്ഠൻ ഭുഞ്ജാന പര്യടൻ മഹീം ചിന്തയാനോ ഹൃഷീകേശം അപശ്യത് തന്മയം ജഗത്. ആ മഹാവിഷ്ണുവിനോട് വൈരം വളർത്തിക്കൊണ്ട് ഈ കുട്ടി ജനിക്കുന്നതും കാത്തും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ആര്? കംസൻ. ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഏതു നേരത്തും കംസൻ ഹരിയെ തന്നെ സ്മരിച്ചുകൊണ്ട്. അതാണ് തന്മയം ജഗത്, ഈശ്വരമയം, സർവം ബ്രഹ്മമയം. ഈ ഭാവത്തിലിതാ ഈ ജഗത്തിനെ തന്മയമായിട്ട്, ഈശ്വരമയമായിട്ട് ആര് കണ്ടു? ഈ കംസൻ കണ്ടു. ഇവിടെ ശ്രീശുകർ ചോദിക്കുകയാണ്, ഭാഗ്യവാനാണ് ഈ കംസൻ. അപശ്യത് തന്മയം ജഗത്, അതല്ലേ വേണ്ടത്? ഇവിടെ സകല സാധനകളും എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രപഞ്ചത്തെ ബ്രഹ്മമായിട്ട് കാണാനാണ്, ഈശ്വരനായിട്ട് കാണാനാണ്. ഇവിടെ എളുപ്പത്തിൽ സാധിച്ചു ആർക്ക്? കംസന്. കംസനിപ്പോൾ ഈശ്വര വിചാരമേ ഉള്ളൂ, മറ്റു വിചാരമില്ല. ആ കംസനെ പോലെങ്കിലും നമ്മളെ ആക്കിയിരുന്നെങ്കിൽ
ഈ ലോകം മുഴുവൻ ഈശ്വരനായിട്ട് കണക്കാക്കാൻ നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ. ബ്രഹ്മാഭവശ്ച തത്രൈത്യ മുനിഭിർനാരദാദിഭി ദേവൈഃ സാനുചരൈഃ സാകം ഗീർഭിർവൃഷണമൈഡയൻ. 10 മാസമായപ്പോൾ ബ്രഹ്മാദി ദേവന്മാരൊക്കെ അവിടെ എത്തി. അവരൊക്കെ കേമായിട്ട് ഇതാ ഭഗവാനെ സ്തുതിക്കുകയാണ്. ബ്രഹ്മാവ് സ്തുതിക്കുന്നു. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വ്രത സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഹ. ഭാഗവതം ആരംഭിക്കുന്നത് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടാ. ഭാഗവതം അവസാനിക്കുന്നതും സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടാ. ഭാഗവത്തിലെ പ്രധാനപ്പെട്ട ഭാഗം കൃഷ്ണാവതാരം, അതാരംഭിക്കുന്നതും സത്യവ്രതം സത്യപരം ത്രിസത്യം, സത്യം കൊണ്ട് മാത്രമൊരു ശ്ലോകം. ഈ കൃഷ്ണൻ ദാ പരമസത്യമാണ് എന്ന് കാണിക്കുകയാണ്. ആ പരമസത്യം ദാ രൂപം ധരിച്ച് വരികയാണ്. അതാണ് കൃഷ്ണൻ എന്ന് കാണിക്കാനായിട്ടൊരു ശ്ലോകം. ഇവിടെ ദേവന്മാർ പറയുകയാണ്, ഭഗവാനെ അങ്ങയെ ആരാധിച്ചു കഴിഞ്ഞാൽ കുർവന്തി ഗോവത്സപദം ഭവാബ്ധിം. ഭഗവാനെ അങ്ങയുടെ ആ ചരണാരവിന്ദം അത് ധ്യാനിച്ചു കഴിഞ്ഞാൽ ആ ചരണാരവിന്ദം, ആ തൃപ്പാദങ്ങൾ ഒരു തോണിയാണ്. എന്തിനുള്ള തോണി? ഈ സംസാരമാകുന്ന കടൽ കടക്കാനുള്ള തോണിയാണ്. ഈ സംസാരം അങ്ങയെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ വലിയ സമുദ്രം, ഈ സംസാരമാകുന്ന സമുദ്രം തുച്ഛമായിട്ട് മാറും. ഏതുപോലെ പശുക്കുട്ടിയുടെ കുളമ്പടി ഏറ്റുകഴിഞ്ഞാൽ ആ സ്ഥലത്തുണ്ടാവുന്ന വെള്ളം ഉണ്ടല്ലോ, പശുക്കുട്ടിയുടെ കുളമ്പ് കൊണ്ടാൽ ആ സ്ഥലത്തുണ്ടാവുന്ന വെള്ളം എത്ര നിസ്സാരമാണ്, എത്ര കുറച്ചാണ്, അത്രയും ചെറുതാക്കി മാറ്റും ഈ വലിയ സംസാര കടൽ ഭഗവാനെ ആശ്രയിച്ചാൽ. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങേക്കായിട്ട് നമസ്കാരം. യേ അന്യേരവിന്ദാക്ഷ, അല്ലയോ താമരക്കണ്ണ അനുഗ്രഹിക്കണേ. ഭഗവാനെ അങ്ങ് വേഗം അവതരിച്ച് ഈ ഭൂമിയുടെ ഭാരം ഇല്ലാണ്ടിയാക്കണേ എന്നവർ പ്രാർത്ഥിക്കുന്നു. ആ ദേവകിയും കേമായിട്ട് സ്തുതിക്കുകയാണ്. ദിഷ്ടിയാമ്പതേ കുക്ഷികത പരപ്പുമാൻ. അല്ലയോ ദേവകി, നീ എത്ര ഭാഗ്യവതി. പ്രളയാവസാനത്തിൽ ഈ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും മുഴുവൻ വിഴുങ്ങണത് ഈ ഭഗവാനാ. ആ ഭഗവാൻ നിന്റെ കുക്ഷിയിൽ, ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാന്റെ കുക്ഷിയിലാണ്, ഭഗവാന്റെ ഉദരത്തിലാണ്. ആ ഭഗവാൻ നിന്റെ ഉദരത്തിൽ ഇതാ വന്ന് പറക്കുകയാണ്. എത്ര വലിയ ഭാഗ്യവതിയാണ് നീ എന്ന് പറഞ്ഞ് ആ അമ്മയെയും വീണ് നമസ്കരിക്കുകയാണ് ദേവന്മാർ. അങ്ങനെ ദേവന്മാരൊക്കെ സ്തുതിച്ച് അവരൊക്കെ തിരിച്ചു പോകണു. ബ്രഹ്മദേവനും പരമശിവനും അവിടെ നിൽക്കുകയാണ്. എല്ലാവരും തിരിച്ചുപോയി. പക്ഷേ പരമശിവനും ബ്രഹ്മദേവനും പോയില്ല. ശ്രാവണമാസം ശിവൻ്റെ പക്ഷമാണ് അഷ്ടമി, ബ്രഹ്മദേവൻ്റെ നാളാണ് രോഹിണി. രണ്ടും കൂടിയ ദിവസം അഷ്ടമി രോഹിണി ദിവസം. അഥാ സർവഗുണോപേതഃ കാലഃ പരമശോഭനഃ യർഹ്യേവാജനജന്മർക്ഷം ശാന്തരക്ഷഗ്രഹതാരകം. അഥാ മംഗളസൂചകമാണ് അധശബ്ദം. ദാ മംഗളം വരിക എന്ന് കാണിക്കുകയാണ്. സർവഗുണോപേതഃ കാലഃ, എല്ലാ ഗുണങ്ങളോടും കൂടിയൊരു കാലം. പരമശോഭനഃ, പരമശോഭനമായ കാലം. ആകാശത്തൊരു കാർമേഘം അങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. ഒരു നീലമേഘം. ചിലപ്പോൾ അത് പറയുമായിരിക്കും, എൻ്റെ നിറത്തോടു കൂടിയ നീലമേഘ ശ്യാമളൻ വരികയായി എന്ന് പറയുകയാണോ എന്ന് തോന്നും ആ മേഘം കണ്ടാൽ. യർഹ്യേവാജനജന്മർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കുന്നു. ദിശപ്രസേതുർഗഗനം, ദിക്കുകളൊക്കെ അങ്ങനെ തെളിഞ്ഞു. നിർമ്മലോടു ഗണോദയം, ചന്ദ്രൻ താ പൂർണ്ണനായിട്ട് പ്രകാശിക്കുകയാണ്. എന്തേ? തൻ്റെ വംശത്തിലല്ലേ ഭഗവാൻ അവതരിക്കുന്നത്. ആ സന്തോഷമാണ് ചന്ദ്രന്. ചന്ദ്രൻ അങ്ങനെ പൂർണ്ണനായിട്ട് പ്രകാശിക്കുന്നു. തൻ്റെ ഒരു പേരക്കുട്ടിയായിട്ട് വരും ഇപ്പം ഭഗവാൻ. അതിൻ്റെ സന്തോഷമാണ് ആ മുത്തശ്ശന്. നദ്യപ്രസന്ന സലില, നദികളൊക്കെ അങ്ങനെ സ്വച്ഛമായിട്ട് ഒഴുകുന്നു, ശുദ്ധമായിട്ട് ഒഴുകുന്നു. ആകാശത്ത് നക്ഷത്രങ്ങളൊക്കെ അങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കുന്നു. ഈ പ്രകൃതി നീലപ്പരവതാനി വിരിച്ച് നക്ഷത്രങ്ങളാകുന്ന നിലവിളക്കുകൾ കത്തിച്ചിട്ട് ഭഗവാനെ കാത്തിരിക്കുകയാണോ തോന്നും ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ. പൂക്കളൊക്കെ അങ്ങനെ പൂത്ത് അതിൽ നിന്ന് സുഗന്ധം പേറിയും കൊണ്ട് മന്ദമാരുതൻ അങ്ങനെ വീശുന്നു. ധാരാളം ചെടികൾ പുഷ്പിച്ചിട്ടുണ്ട്. മുല്ല, പിച്ചകം, ചമ്പകം, ഇങ്ങനെ പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ സുഗന്ധം പേറിയും കൊണ്ട് മന്ദമാരുതൻ അങ്ങനെ വീശുകയാണ്. വായുദേവൻ സന്തോഷിച്ചു. ഭഗവാനെ സൽക്കരിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ എന്ന് കരുതി മന്ദമാരുതനായിട്ട് വന്ന് ആ കാളിന്തി പുഴയിലെ ലേശം ജലം അങ്ങോട്ട് എടുത്തിട്ട് ചുറ്റും ആ സുഗന്ധം അങ്ങനെ പരത്തുകയാണ് ആര്? ഈ വായു. ദ്വിജാളികുലസന്നാദസ്തബക വനരാജയാ, പൂക്കളിൽ നിന്ന് തേൻ കുടിച്ച് വണ്ടുകളൊക്കെ ഹരികഥ പാടി മൂളി നടക്കുകയാണ്. വവൗവായു സുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താഃ തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാം അസുരദ്രുഹാം ജായമാനേ അജനേ തസ്മിൻ നേതുഃ ദുന്ദുഭയോ ദിവി. ആകാശത്ത് മഴക്കാർ മേഘം തകില് കുട്ടുകയാണ്. ഭഗവാൻ വരുന്ന സമയത്ത് മേളം വേണ്ടേ?
മഴക്കാർ മേഘം തകില് കൊട്ടണു, താമര വിടരുന്നു. അർദ്ധരാത്രി സമയം, സൂര്യൻ്റെ സാന്നിധ്യത്തിലല്ലേ താമര വിടരുള്ളൂ. പക്ഷേ ഇവിടെ ദാ താമര വിരിഞ്ഞു അർദ്ധരാത്രി. എന്തേ കാരണം? ഇനി മുതൽ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ? നമ പങ്കജനാഭായ, നമ പങ്കജമാലിനേ, നമ പങ്കജനേത്രായ, നമസ്തേ പങ്കജാഘ്രയേ. താമര പോലുള്ള കണ്ണ്, താമര പോലുള്ള ചുണ്ട്, താമര പോലുള്ള മുഖം, താമര പോലുള്ള കയ്യ്, താമര പോലുള്ള പാദം, ഒക്കെ താമരയോടെ ഉപമിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഈ ഭഗവാന്റെ അവതാര സമയത്ത് വിടർന്നില്ലെങ്കിൽ പിന്നെ എന്ന് വിടരാനാ? അതുകൊണ്ട് താമര സൂര്യൻ ഉണ്ടോ നോക്കിയില്ല, താമര അങ്ങോട്ട് വിടർന്നു. മയിൽ പീലി വിടർത്തി നൃത്തം വയ്ക്കുകയാണ്. കാരണം അതിന് സന്തോഷമാണ്. കാരണം ഭഗവാൻ ചൂടുന്നത് ആരുടെ പീലിയ? തൻ്റെ പീലിയല്ലേ ഭഗവാൻ ശിരസിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് മയിലിതാ പീലി വിടർത്തി നൃത്തം വയ്ക്കുന്നു. ജഗുക്കിന്നര ഗന്ധർവാഹ, കിന്നരന്മാരും ഗന്ധർവന്മാരും സിദ്ധന്മാരും ചാരണന്മാരൊക്കെ കേമായിട്ട് പാടുന്നു. വിദ്യാധരന്മാരും അപ്സര സ്ത്രീകളൊക്കെ നൃത്തം വയ്ക്കുന്നു. സജ്ജനങ്ങളുടെ മനസ്സ് പോലെ ശുദ്ധമായ ജലാശയം, വൃക്ഷങ്ങളിലൊക്കെ പഴങ്ങളൊക്കെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഭഗവാന് നിവേദ്യം അർപ്പിക്കാൻ വേണ്ടി അങ്ങനെ വരി വരിയായിട്ട് നിൽക്കുകയാണോ തോന്നും. ആ പഴങ്ങളൊക്കെ താലത്തിൽ വെച്ച് ഭഗവാന്റെ നേരെ നീട്ടി അങ്ങനെ വരി വരിയായിട്ട് നിൽക്കുകയാണോ തോന്നും ആ വൃക്ഷങ്ങൾ കണ്ടാൽ. എവിടെ നോക്കിയാലും പച്ച നിറം, പച്ചപ്പുല്ല്, അങ്ങനെ പച്ചപ്പുല്ല് നിറഞ്ഞു നിൽക്കുകയാണ്. ഭൂമിദേവി രോമാഞ്ചക്കുപ്പായം അണിഞ്ഞിരിക്കുക തോന്നും. ഇപ്പോൾ ആ പ്രകൃതി കണ്ടാൽ ഭൂമിദേവി രോമാഞ്ചക്കുപ്പായം അണിഞ്ഞിരിക്കുകയാണോ തോന്നും. മഹർഷിമാരൊക്കെ ധ്യാനം നിർത്തി, അവരൊക്കെ പുറപ്പെട്ടു. ഇനി എന്തിനാണ് ധ്യാനിക്കണത്? ഇനി ധ്യാനിക്കേണ്ട കാര്യമുണ്ടോ? നമ്മൾ ഇത്രയും കാലം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ തത്വം അത് ആ രൂപം ധരിച്ച് പുറപ്പെടുകയാണ്. ഇതാ വൃന്ദാവനത്തിലേക്ക് വരികയാണ്. ഓടക്കൊള്ളുമായിട്ട് കാലിയും മേച്ചും കൊണ്ട് നടക്കുകയാണ്. ഇനി ആ ഗോപാലൻ്റെ പിന്നാലെ പോവാൻ നമുക്ക്. ഈ തത്വം അവിടെ നോക്കിയാൽ കിട്ടും എന്ന് മനസ്സിലാക്കി ദാ ഋഷീശ്വരന്മാരൊക്കെ ധ്യാനം നിർത്തുകയാണ്. മുമുചുർമുനയോ ദേവാഹ സുമനാം സിമുദാന്വിതാഹ മന്ദം മന്ദം ജലധര ജഗർജുരനുസാഗരം മന്ദം മന്ദം ജലധര. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഭഗവാന്റെ സ്വഭാവം കാണിക്കുകയാണ്. കാരുണ്യവർഷം. പലതരത്തിലുള്ള ദുഃഖങ്ങളെ കൊണ്ട് നീറി 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 ഹൃദയം ചൂട് പിടിച്ച് നിൽക്കുകയും അങ്ങനെ ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് അതിലേക്ക് ഇതാ മഴ അങ്ങോട്ട് പെയ്യിക്കുക. ഇതാണ് ഭഗവാന്റെ സ്വഭാവം, കാരുണ്യവർഷം. കാട്ടുതീ വന്ന് കാടെരിയണ സമയത്ത് മഴ അങ്ങോട്ട് പെയ്താലോ ശാന്തായി. ഇതുപോലെ പലതരത്തിലുള്ള ദുഃഖങ്ങളെ കൊണ്ട് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയം. ആ ഹൃദയത്തിലേക്ക് ഇതാ ഭഗവാന്റെ കഥകൾ, അത് കാരുണ്യവർഷമാണ്. ഈശ്വര കഥകൾ അങ്ങോട്ട് കേൾക്കുമ്പോഴോ മനസ്സ് ശാന്താവുകയാണ്, സ്വസ്ഥാവുകയാണ്. നിശീഥേ തമ ഉദ്ഭൂതേ, ആ കൂരിട്ട് ഇല്ലാണ്ടിയാക്കിയും കൊണ്ട് നിശീഥേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ വിഷ്ണു. എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ ആവിരാസിയതി യഥാ പ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കല. എല്ലാ ദിക്കിലുള്ള ഭഗവാൻ ഇവിടെ ഒന്ന് വേറെ എന്നുള്ള മട്ടിൽ പ്രകാശിച്ചു. ദേവകിയുടെയും വസുദേവരുടെയും ഉണ്ണിയായിട്ട്. ഏതുപോലെ? കിഴക്ക് ഭാഗത്ത് ചന്ദ്രൻ ഉദിക്കുന്നത് പോലെ. ദിശി ഇന്ദുരിവ പുഷ്കല. തമത്ഭുതം ബാലകമംബുജേക്ഷണം. അത്ഭുതം എന്നാണ് പറയണത്. കാരണം വാക്കില്ല, വർണ്ണിക്കാൻ വാക്കില്ലാണ്ടാവുമ്പം അത്ഭുതം എന്ന് പറയും. അത്ഭുതം ബാലകം അംബുജേക്ഷണം. അത്ഭുത ബാലനാണിത്. കാരണം ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയല്ല. ഇവിടെ ഉള്ളതൊക്കെ ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ ഇത് ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയല്ല, ബ്രഹ്മദേവനെ തന്നെ സൃഷ്ടിച്ച ആളാണ്. അത്ഭുതം ബാലകം അംബുജേക്ഷണം. ആഭരണത്തോടു കൂടിയാണ് വന്നത്. കൗസ്തുഭരത്നം, കയ്യിൽ വളകൾ, ഹൃദയത്തിൽ ശ്രീവത്സം എന്ന മറുക്, അരഞ്ഞാണം, കാൽച്ചിലമ്പ് എല്ലാമായിട്ടാണ് വന്നത്. അത്ഭുതം ബാലകം അംബുജേക്ഷണം. അംബുജേക്ഷണം, താമരക്കണ്ണ്, കാരുണ്യം വഴിഞ്ഞൊഴുകുന്ന ഭഗവാന്റെ കണ്ണുകൾ. ചതുർഭുജം, 4 കൈകളുണ്ട്. ഒരു കുഞ്ഞി ശംഖ്, ഒരു കുഞ്ഞി ചക്രം. ശംഖ്, ചക്രം, ഗദാ, പത്മം ഒക്കെ കൈ പിടിച്ചും കൊണ്ട് ശ്രീവത്സലക്ഷ്മം. ആ ശ്രീവത്സം എന്ന മറുക്. ഗളശോഭി കൗസ്തുഭം, കഴുത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആ കൗസ്തുഭരത്നം അതങ്ങനെ ശോഭിക്കുകയാണ്. ഭഗവാന്റെ കഴുത്തിൽ കിടന്നിട്ട് ആ കൗസ്തുഭം ശോഭിക്കുകയാണ്. ഭഗവാന് ഭംഗി കൂടി എന്നല്ല പറഞ്ഞത്, കൗസ്തുഭത്തിൻ്റെ ഭാഗ്യം, ആ കൗസ്തുഭരത്നത്തിൻ്റെ ഭാഗ്യം ഭഗവാന്റെ കഴുത്തിലിരിക്കാൻ പറ്റിയതുകൊണ്ട് അതിന് ലേശം ഭംഗി കൂടി. അങ്ങനെയാണ്. ഭഗവാനിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പീതാംബരം, മഞ്ഞപ്പട്ടുടുത്തും കൊണ്ട്, സാന്ദ്രപയോധ സൗഭഗം, എല്ലാ ദിക്കിലും ആനന്ദം. ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതി വിരുരുചേ കില വർഷവേല. ആനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ദാ അവിടെ അവതരിച്ചു.
മഹാർഹവൈഡൂര്യകിരീടകുണ്ടലദ്വിഷാ പരിഷ്വക്തസഹസ്രകുന്തളം ഉദ്ദാമകഞ്ജംഗതകങ്കണാദിഭിർവിരോചമാനം വസുദേവ ഐക്ഷത. ആ സുന്ദരബാലൻ ചന്ദ്രോദയം പോലെ എല്ലാവർക്കും സന്തോഷമാണ്, മനസ്സിന് കുളിർമയാണ്. സംസാരമാകുന്ന താപം നീക്കാനായിട്ട് കൃഷ്ണചന്ദ്രോദയം അവിടെ സംഭവിച്ചു. നിലാവുള്ളപ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. കവികൾ നിലാവ് കണ്ടാൽ പാട്ടെഴുതും, ചിത്രകാരന്മാർ നിലാവ് കണ്ടാൽ അവർ ചിത്രം വരയ്ക്കും. എല്ലാവർക്കും നിലാവ് സന്തോഷമാണ്. നിലാവ് ഇഷ്ടപ്പെടാത്തവർ ഒരു കൂട്ടരാ, കള്ളന്മാർ. അവർക്ക് കക്കാൻ പറ്റില്ല. നിലാവുള്ളപ്പോൾ അവർക്ക് കക്കാൻ പറ്റില്ല. ഇതുപോലെ സജ്ജനങ്ങൾക്കൊക്കെ ആശ്വാസവും കംസനെ പോലുള്ള ദുർജനങ്ങൾക്കൊക്കെ പേടിയുമായും കൊണ്ടതാ ആ കൃഷ്ണചന്ദ്രൻ അവിടെ വിളങ്ങി. മഹാർഹവൈഡൂര്യകിരീടകുണ്ടലദ്വിഷാ പരിഷ്വക്ത സഹസ്രകുന്തളം. മനോഹരമായ മുഖാരവിന്ദം, പഞ്ചമിചന്ദ്രനെപ്പോലെ ശോഭിക്കുന്ന ഭഗവാന്റെ ആ തിരുനെറ്റി, ആ കറുത്തിരുണ്ട പുരികക്കൊടി, ചുവന്ന ഗോപിക്കുറി, കാരുണ്യം കൊണ്ട് വിവശമായ ഭഗവാന്റെ നേത്രം, കാരുണ്യാകുല നേത്രം ആർദ്രഹസിതോല്ലാസം സുനാസാപുടം. കാരുണ്യം കൊണ്ട് വിവശമായ ഭഗവാന്റെ ആ നേത്രം. നമുക്കും ഈ ഭഗവാന്റെ ഈ രൂപം, മനോഹര രൂപം മനസ്സിൽ കണ്ട് ആ ഭഗവാനെ നമസ്കരിക്കാം. വസുദേവരുടെയും ദേവകിയുടെ അജ്ഞാനമൊക്കെ നീങ്ങി അവർ രണ്ടുപേരും ഭഗവാനെ കേമായിട്ട് സ്തുതിക്കുന്നു. അവരോടായിട്ട് ഭഗവാൻ പറഞ്ഞു, ഇതോടുകൂടി നിങ്ങളുടെ പ്രാരബ്ധം തീർന്നു, നിങ്ങളെന്നെ പുത്രനായിട്ട് കണ്ട് സ്നേഹിച്ചോളൂ, പക്ഷേ ബ്രഹ്മമായിട്ട് ഭാവന ചെയ്യുക, ബ്രഹ്മമായിട്ട് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ ദുഃഖങ്ങളൊക്കെ തീരും. അങ്ങനെയാണെങ്കിൽ ആത്യന്തിക ദുഃഖനിവൃത്തി ഉണ്ടാവും, പ്രശ്നങ്ങളൊക്കെ തീരും, പ്രയാസങ്ങളൊക്കെ ഇല്ലാണ്ടിയാവും എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ സദ്യോ ബഭോവ പ്രാകൃത ശിശു, പ്രാകൃത ശിശുവായിട്ട് മാറി ആ അത്ഭുത ബാലൻ. അച്ഛൻ്റെ ഉള്ളിൽ തോന്നിച്ചു, അച്ഛാ എന്നെ കൊണ്ടുപോയിട്ട് ഗോകുലത്തിൽ ആ നന്ദരുടെ ഗൃഹത്തിൽ യശോദാമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കിടത്ത്, അവിടെയുള്ള പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് അച്ഛനെ തോന്നിപ്പിച്ചു. വസുദേവരിത് അതുപോലെ ചെയ്യുകയാണ്. ഭഗവാൻ അങ്ങോട്ട് വാരിയെടുത്തു. അതോടുകൂടി ബന്ധനങ്ങളൊക്കെ പോയി. കാണിക്കുകയാണ്, ഭഗവാനെ തൊട്ടാൽ പിന്നെ എന്ത് ബന്ധനങ്ങൾ, എന്ത് കാരാഗ്രഹം. ഭഗവാനെ ആശ്രയിച്ചാൽ പിന്നെ ബന്ധനമുണ്ടോ? ഒന്നുമില്ല. ആ കാരാഗ്രഹത്തിൻ്റെ വാതിലങ്ങോട്ട് തുറന്നു. കയ്യിലുള്ള ചങ്ങലകളൊക്കെ പൊട്ടി. അവിടെയുള്ള ഭടന്മാരൊക്കെ കൂർക്കം വലിച്ചുറങ്ങുകയാണ്. അവർക്കൊന്നും ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. തൊട്ടടുത്തുണ്ടായിട്ട് കാര്യമില്ല, ഭഗവാന്റെ കാരുണ്യം വേണ്ടേ. അവർക്കൊന്നും അത് കാണാൻ സാധിച്ചില്ല. അവരൊക്കെ നല്ല ഉറക്കാണ്. ആ ഉണ്ണിയെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഉണ്ണിക്ക് മഴ കൊള്ളില്ലേ എന്ന് ശങ്കിച്ചു. ഉടനെ അനന്തൻ ആയിരക്കണക്കിന് ഭണങ്ങളുമായിട്ട് വന്ന് കുട പിടിച്ചു കൊടുക്കുന്നു. ആ ഉണ്ണിയെയും എടുത്ത് വസുദേവരിത ഗോകുലത്തിലേക്ക് നടക്കുകയാണ്. മുന്നിൽ യമുനാ നദി, അത് കടക്കണം. എങ്ങനെ കടക്കും? വലിയ നദിയാണ്, എങ്ങനെ കടക്കും? ഭഗവാന്റെ കടാക്ഷം ഏറ്റില്ലേ യമുനാ നദി. ഭഗവാന്റെ കാമുകിയാണ്, ഭഗവാന്റെ ഭക്തയാണ്. അവിടെ രണ്ട് ഭാഗത്തേക്കും വഴി മാറിക്കൊടുക്കുകയാണെന്നുള്ള വ്യാജേന പൊന്തി വന്ന് ഭഗവാന്റെ പാദം ഒന്ന് തൊട്ടു. കൃതാർത്ഥയായി. അങ്ങനെ അക്കരെ എത്തി. ഗോകുലത്തിൽ എല്ലാവരും നല്ല ഉറക്കാം. ധാരാളം ആളുകൾ അവിടെ ഉണ്ട്. പുറത്ത് തലങ്ങും വലങ്ങും അങ്ങനെ ഗോപന്മാർ കിടക്കുകയാണ്. കാരണം 40-45 വയസ്സായി ഈ യശോദയ്ക്ക്. അപ്പോഴാണ് ഗർഭം ധരിച്ചത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ, പെട്ടെന്ന് ഔഷധം കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരണ്ടേ, അതിന് വേണ്ടിയിട്ട് അവരൊക്കെ വന്നതാ. അവരൊക്കെ നല്ല ഉറക്കമാണ്. അകത്തേക്ക് പ്രവേശിച്ചപ്പോഴോ അവിടെ യശോദ പ്രസവിച്ചിട്ടുണ്ട്, പെൺകുട്ടിയാണ്. പക്ഷേ ആ പ്രസവിച്ച കാര്യമൊന്നും ഓർമ്മയില്ല, നല്ല ഉറക്കം. ആരാണത്? ആരാണ് ആ ദേവി? യാ ദേവി സർവഭൂതേഷു നിദ്രാരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമഃ. ആ നിദ്രാരൂപിണി, നമ്മുടെക്കുള്ളിൽ നിദ്രയായിട്ടിരിക്കുന്നതും ഈ ഭഗവതിയാണ്. ആ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും നല്ല ഉറക്കുക. ആ മായാദേവിയുടെ പ്രഭാവം കൊണ്ട് ആ തൻ്റെ കയ്യിലുള്ള ആ കൃഷ്ണനെ അവിടെ കിടത്തി ആ മായാഭഗവതിയെ കയ്യിലെടുത്തു. ഭഗവാനെ അവിടെ അങ്ങോട്ട് വെച്ചിട്ട് പോരാൻ പറ്റുമോ വസുദേവർക്ക്? സാധിക്കില്ല. ശരീരം കൊണ്ട് അവിടെ വെച്ചെങ്കിലും ഹൃദയം കൊണ്ട് അങ്ങോട്ട് വാരിയെടുത്തു ആ കൃഷ്ണനെ. അങ്ങനെ തിരിച്ചു വരികയാണ് ഈ ഭഗവതിയെയും കൊണ്ട്, ഈ പെൺകുട്ടിയെയും കൊണ്ട് തിരിച്ചു വരികയാണ്. എന്നാൽ അവിടെ ഉള്ളവരൊന്നും ഇതറിഞ്ഞില്ല. നതല്ലിംഗം പരിശ്രാന്ത നിദ്രയാപകത സ്മൃതി. അവിടെ യശോദ പോലും അറിഞ്ഞില്ല. യശോദാനന്ദ പത്നീജ പ്രസവിച്ചിട്ടുണ്ട്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും ആർക്കറിയില്ല, യശോദയ്ക്ക് അറിയില്ല. അങ്ങനെ ഉറങ്ങുകയാണ് ഈ ഭഗവതിയുടെ കടാക്ഷം കൊണ്ടെല്ലാവരും. ഇതാണ് ഭഗവാന്റെ അവതാരം. ഈ കൃഷ്ണചന്ദ്രൻ, ഈ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഹൃദയമാകുന്ന മധുരയിലും ഈ കൃഷ്ണചന്ദ്രൻ ഉദിക്കട്ടെ. ഈ ഭഗവാൻ അവതരിക്കട്ടെ. ഹൃദയത്തിലെ അന്ധകാരം ആ ഇരുട്ട് മുഴുവൻ നീങ്ങി ശോഭിക്കട്ടെ, പ്രകാശം പരക്കട്ടെ. ആ ഭഗവാന്റെ പാദത്തിൽ നമുക്കെല്ലാവർക്കും നമസ്കരിക്കാം. ഇന്നത്തെ ഈ പാരായണം ചെയ്തതും
പ്രഭാഷണം ചെയ്തതുമായിട്ടുള്ള ഭാഗങ്ങൾ ഭഗവാന്റെ പദാരബന്ധങ്ങളിൽ സമർപ്പിച്ചും കൊണ്ട് നിർത്തുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കരിമൂക്കിൽ വർണ്ണന്റെ തിരുവൂടലെന്നോടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം. കാലിൽ ചിലമ്പും കിലുക്കി നടക്കുന്ന ബാലഗോപാലനെ കാണാകേണം. കിങ്കിണിയും വളമോതിരവും ചാർത്തി ഭംഗിയോടെൻ മുന്നിൽ കാണാകേണം. കീർത്തിയേറിയിടും ഗുരുവായൂർമേവുന്നൊരാർത്തിഹരൻ തന്നെ കാണാകേണം. കുഞ്ഞിക്കൈ രണ്ടിലും വെണ്ണ കൊടുത്തമ്മ രഞ്ജിപ്പിക്കുന്നതും കാണാകേണം. കൂത്താടിടും പശുക്കുട്ടികളുമായി ഒത്തുകളിപ്പതും കാണാകേണം. കെട്ടിയിട്ടിടുമുരലും വലിച്ചങ്ങു മുട്ടുകുത്തുന്നതും കാണാകേണം. കേകികളെ പോലെ നൃത്തമാടിയിടുന്ന കേശവ പൈതലെ കാണാകേണം. കൈകളിൽ ചന്ദ്രനെ മെല്ലെ വരുത്തിയ ലോകൈകനാഥനെ കാണാകേണം. കൊഞ്ചിക്കൊണ്ടോരോരോ വാക്കരുളിടുന്ന ചഞ്ചലനേത്രനെ കാണാകേണം. കോലും കുഴലുമെടുത്തു വനത്തിൽ പോയി കാലിമേക്കുന്നത് കാണാകേണം. കൗതുകമേറിയൊരുണ്ണി ശ്രീകൃഷ്ണന്റെ ചേതോഹരരൂപം കാണാകേണം. കംസസഹോദരി തന്നിൽ പിറന്നൊരു വാസുദേവൻ തന്നെ കാണാകേണം. കണ്ണന്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം. കൃഷ്ണാമുകിൽ വർണ്ണ വൃഷ്ണികുലേശ്വര കൃഷ്ണാംബുജേക്ഷണ കൈതൊഴുന്നേ. കൃഷ്ണാമുകിൽ വർണ്ണ വൃഷ്ണികുലേശ്വര കൃഷ്ണാംബുജേക്ഷണ കൈതൊഴുന്നേ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ.